Good morning, children. This is the last class of our geography, and today we are discussing the topic communication and tourism. Okay, this is the end of our geography chapter. And take your textbook, page number 86. What is communication? Yeah, ever since humans appeared on the earth, they have used different means of communication. So before discovering the language, so before starting the language, they are using different signs and symbol for conveying their messages. That's that. Okay, but the pace of change has been rapid in modern times. Long distances communication is far easier without physical movement of the communicator or receiver. So in this situation, in this COVID situation, we are also using these different means of communication for study also. Okay, so it's very important in our communication, is very an immense part in our life. Personal communication and mass communication, including television, radio, press, film, etc., are the major means of communication in the country. There are two types of communication: personal communication and mass communication. Personal communication means persons are conveying their message in between. They are personal communication. But in mass communication means at a time so many people understand the same message, or they can watch and hear the same message. That is the mass communication. So mass example television, radio, film, all these things are mass communication. But telephonic caller, so only two individuals are talking each other, that is a personal communication. And the Indian postal network is the largest in the world. സോ കമ്മ്യൂണിക്കേഷൻ നേരത്തെ എന്നൊക്കെ ഇൻ്റർനെറ്റും ഇതൊക്കെ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് പോസ്റ്റൽ നെറ്റ്വർക്ക് തന്നെയായിരുന്നു. ലെറ്ററിലൂടെ ആയിരുന്നു മെസ്സേജുകൾ പാസ് ചെയ്തിരുന്നത്. പിന്നെയാണ് ടെലിഗ്രാം വന്നതും. അങ്ങനെ ഓരോരോ ഡെവലപ്മെൻറ്റ് വന്നാണ് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിലൂടെയുള്ള ഫാസ്റ്റ്ലി ട്രാൻസാക്ഷൻ നമുക്ക് സാധ്യമായിരിക്കുന്നത്. സോ ദ ഇന്ത്യൻ പോസ്റ്റൽ നെറ്റ്വർക്ക് ഇസ് ദ ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. അണ്ടർലൈൻ ദാറ്റ് സെൻറ്റൻസ്. Okay, it handles parcels as well as personal return communication. നേരത്തെ ക്യാഷ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഈ ത്രൂ ദീസ് പോസ്റ്റൽ നെറ്റ്വർക്കിലൂടെയാണ്. മണി ഓർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ക്യാഷ് കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ അടച്ചിട്ട് അവർ അത് ആർക്കാണോ വേണ്ടത് അവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ക്യാഷ് ഒന്നും ആരും കൈകൊണ്ട് പോലും ടച്ച് ചെയ്യാതെ ഫോൺ പേയും അതുപോലെ ഗൂഗിൾ പേയും ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ട്രാൻസാക്ഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇന്ത്യൻ പോസ്റ്റൽ നെറ്റ്വർക്കാണ് വേൾഡിൽ ലാർജസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. Cards and envelopes are considered first class mail and are airlifted between stations covering both land and air. കാർഡും എൻവലപ്പിലും ഒക്കെയാണ് ആദ്യം ഇതിനു വേണ്ടി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ആൾക്കാർ പല സ്ഥലങ്ങളിലും ഇത് യൂസ് ചെയ്യുന്നതും ഉണ്ട്, കാർഡും എൻവലപ്പും. ദ സെക്കൻഡ് ക്ലാസ് മെയിൽ ഇൻക്ലൂഡ്സ് ബുക്ക് പാക്കറ്റ്, രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് മെയിൽ എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ്? കാർഡ് ആൻഡ് എൻവലപ്സ്. സെക്കൻഡ് ക്ലാസ് മെയിൽ എന്നറിയപ്പെടുന്നതാണ് ബുക്ക് പാക്കറ്റ് നമുക്ക് പോസ്റ്റൽ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ്. ദേ ആർ ക്യാരിഡ് ബൈ സർഫേസ് മെയിൽ കവറിംഗ് ലാൻഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. പല രീതിയിലാണ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിന് ഈ എൻവലപ്പും കാർഡും പീരിയോഡിക്കൽസും ഒക്കെ ട്രാൻസാക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ത്രീ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാറുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. They are carried by surface mail covering land and water transport to facilitate quick delivery of mails in large towns and cities. 6 mail channel have been introduced recently. 6 mail channel എന്ന് വെച്ചാൽ പെട്ടെന്ന് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി പാഴ്സലും മറ്റും പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാനാണ് 6 പേജ് ചാനൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഹൈവേയുടെ തന്നെ 2 ലൈൻ അത് 4 ലൈൻ ആക്കുന്നു, 6 ലൈൻ ഒക്കെ ആക്കുന്നത് പോലെ തന്നെ ഇത് കൂടുതൽ ഒന്നിലധികം സർവീസുകൾ നടത്തുന്നതാണ്. 6 മെയിൽ ചാനൽസ് തുടങ്ങിയിട്ടുണ്ട്. ദേ ആർ കോൾഡ് രാജധാനി ചാനൽ, മെട്രോ ചാനൽ, ഗ്രീൻ ചാനൽ, ബിസിനസ് ചാനൽ, ബൾക്ക് മെയിൽ ചാനൽ ആൻഡ് പീരിയോഡിക് ചാനൽ. അണ്ടർലൈൻ വിച്ച് ആർ ദ 6 മെയിൽ ചാനൽ ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് റീസെൻ്റ്ലി. ദേ ആർ രാജധാനി ചാനൽ, മെട്രോ ചാനൽ, ഗ്രീൻ ചാനൽ, ബിസിനസ് ചാനൽ, bulk mail channel and periodical channel.
Digital India is an umbrella program to prepare India for a knowledge-based transformation. The recently generated program is Digital India program. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് the focus of Digital India program is on being transformative to realize IT, Indian talent plus IT, information technology is equal to IT. That means India tomorrow. IT എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് IT എന്നുള്ള 3 കൺസെപ്റ്റാണ് അതിനകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് IT, ഇന്ത്യൻ ടാലൻറ്റ് എന്താണെന്നുള്ളത്, വേൾഡിൽ അത്രയും ആ ടാലൻറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേൾഡിൽ നമ്പർ 1 ആയി മാറുക. ദെൻ ത്രൂ IT, ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ. അപ്പോൾ ഇന്ത്യൻ ടാലൻറ്റിലൂടെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെയും ഇന്ത്യ ടുമോറോ, അതാണ് IT, തേർഡ് IT എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ പുതുതായിട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ പുതുതായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ടെക്നോളജി സെൻട്രൽ ടു എനേബിളിംഗ് ചേഞ്ചസ്. പല ചേഞ്ചസും എക്കോണമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പുതുതായിട്ട് നടപ്പിലാക്കിയ പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഇന്ത്യ. Yes, next paragraph. India has one of the largest telecom network in Asia. ഏഷ്യയിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെലികോം നെറ്റ്വർക്ക് ഉള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്ക്ലൂഡിംഗ് അർബൻ പ്ലേസസ്, മോർ ദാൻ 2/3 ഓഫ് ദ വില്ലേജസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾറെഡി ബീൻ കവേർഡ് വിത്ത് STD. 2/3 ഓഫ് ഇന്ത്യയുടെ വില്ലേജുകളിലെല്ലാം STD ഫെസിലിറ്റീസ് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ഇൻ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ഗ്രാസ് റൂട്ട് ടു ദ ഹയർ ലെവൽ, the government has made special provision to extend 24 hours STD facility to every village in the country. ഇതൊക്കെ ഒത്തിരി മാറിക്കഴിഞ്ഞു. ഇത് STDയെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതെല്ലാം മാറി ഇപ്പം ഇൻ്റർനെറ്റ് എല്ലാ സ്ഥലത്തും എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഗവൺമെൻറ്. ഇത് പ്രിന്റ് ചെയ്തിരുന്ന സമയത്ത് STD എങ്കിലും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കുറേയധികം ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാ ജനങ്ങളിലേക്കും എല്ലാ റിമോട്ട് ഏരിയയിലും എത്തിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലൂടെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാംസ് എല്ലാം ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദർ ഇസ് എ യൂണിഫോം റേറ്റ് ഓഫ് STD ഫെസിലിറ്റീസ് all over India, and it has been made possible by integrating the development in space technology with the communication technology. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സാറ്റലൈറ്റ് നല്ലതായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് സ്പേസ് ടെക്നോളജിയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ഒരേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ പ്രോസസ്സ് എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എത്തിക്കാനുള്ള ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ്സ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ക്രിയേറ്റീവ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് വേരിയസ് നാഷണൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് പേരിൽ വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ടെലിവിഷനും അതുപോലെ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ, ന്യൂസ് പേപ്പേഴ്സ്, ഫിലിം, ഇതെല്ലാം മാസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അതിലൂടെ അവയർനെസ് ഉണ്ടാക്കുക, നാഷണൽ പ്രോഗ്രാമിനെ പറ്റി, നാഷണൽ പോളിസിയെ പറ്റി, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഇറ്റ് ഇൻക്ലൂഡ്സ് റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബുക്സ് ആൻഡ് ഫിലിം. ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഈസ് എ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഇൻ നാഷണൽ, റീജിയണൽ, ലോക്കൽ ലാംഗ്വേജ് ഫോർ വേരിയസ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ ദൂരദർശൻ എന്നുള്ളത് നമുക്ക് മലയാളത്തിലുള്ളതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഓൾ ദ ലാംഗ്വേജിലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിലുള്ള നാഷണൽ പ്രോഗ്രാമും റീജിയണൽ പ്രോഗ്രാംസും എല്ലാം അതിനകത്ത് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാം അവരവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. Doordarshan, the national television channel of India, is one of the largest terrestrial network in the world. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ടെറസ്ട്രിയൽ നെറ്റ്വർക്കാണ് ദൂരദർശൻ. അത്രയും സ്ഥലങ്ങളിലാണത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, അത്രയും ഏരിയകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ബ്രോഡ്കാസ്റ്റ് എ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഫോർ എൻ്റർടൈൻമെൻറ്റ്സ്, എഡ്യൂക്കേഷൻ, ടു സ്പോർട്സ് എക്സെട്ര ഫോർ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും എൻ്റർടൈൻ ചെയ്യാനും നോളജ് കിട്ടാനായിട്ടുള്ള പ്രോഗ്രാംസ് ഈ ദൂരദർശനിലൂടെ അവൈലബിൾ ആണ്. ഇന്ത്യ പബ്ലിഷസ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ് ആനുവലി. നെക്സ്റ്റ് ആദ്യം നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇപ്പം STD, ISD കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിൻ്റെ അതിനകത്ത് വരുന്ന ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞു, റേഡിയോയുടെ കാര്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീരിയോഡിക്കൽസ് ആനുവലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പെൻഡിങ് അപ്പോൺ ദർ പീരിയോഡിസിറ്റി. ന്യൂസ് പേപ്പേഴ്സ് ആർ പബ്ലിഷ്ഡ് ഇൻ അബൌട്ട് 100 ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്സ്. 100 ലാംഗ്വേജിലോളം ഇന്ത്യയിൽ ന്യൂസ് പേപ്പറുകൾ അവൈലബിൾ ആണ്.
Did you know that the largest number of newspapers published in the country are in Hindi, followed by English and Urdu? അപ്പോൾ ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നത് ഹിന്ദിയിൽ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുവെക്കുക. ഹിന്ദിയിൽ ഏതാണ്, അതുപോലെ ഇംഗ്ലീഷിൽ ഏത് ന്യൂസ് പേപ്പറാണ് കൂടുതലായിട്ട് ആൾക്കാർ, അതുപോലെ ഉറുദുവിൽ, ഈ 3 ലാംഗ്വേജിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറുകൾ വിറ്റ് പോകുന്നത്. ആൻഡ് ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫീച്ചർ ഫിലിം ഇൻ ദ വേൾഡ്. ഒരുപാട് കാര്യത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് മേഖലകളിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ഷോർട്ട് ഫിലിംസ്, വീഡിയോ ഫീച്ചർ ഫിലിംസ് ആൻഡ് വീഡിയോ ഷോർട്ട് ഫിലിംസ്. And the Central Board of Film Certification is the authority of certify both India and foreign film. ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വേണം. അവർ അക്രഡിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫിലിം പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം ഇതെല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ്. Then next one is international trade. The exchange of goods among people, states and countries referred as a trade. നമ്മൾ ജോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ട്രേഡും ഗ്ലോബലൈസേഷനും ഒക്കെ, അല്ലെ? ഇന്റർനാഷണൽ ട്രേഡിനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. ദ മാർക്കറ്റ് ഈസ് ദ പ്ലേസ് വെയർ സച്ച് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ്. ഗുഡ്സും ഗുഡ്സും സർവീസും ട്രാൻസാക്ട് ചെയ്യുന്ന പ്ലേസിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് ബിറ്റ്വീൻ 2 countries കോൾഡ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് ഈസ് ട്രേഡ് ഇൻസൈഡ് ദ കൺട്രി, അല്ലേ? രാജ്യത്ത് തന്നെയുള്ള ട്രേഡിനെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ബിറ്റ്വീൻ 2 countries, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ട്രേഡ്. ഇറ്റ് മേ ടേക്ക് പ്ലേസ് ത്രൂ സീ, എയർ ഓർ ലാൻഡ് റൂട്ട്സ്. ഈ 3 പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും എല്ലാം നമുക്ക് എന്തിനാവശ്യമാണ്? ഇന്റർനാഷണൽ ട്രേഡിന് ആവശ്യമാണ്. ഇറ്റ് മേ ടേക്ക് പ്ലേസ് ത്രൂ സീ, എയർ ഓർ ലാൻഡ് റൂട്ട്, വൈൽ ലോക്കൽ ട്രേഡ് ഈസ് ക്യാരിഡ് ഇൻ സിറ്റി, ടൗൺ ആൻഡ് വില്ലേജസ്. നേരത്തെ പറഞ്ഞ ഇന്റേണൽ ട്രേഡ് അല്ലെ ലോക്കൽ ട്രേഡ് എന്ന് പറഞ്ഞത് സിറ്റികൾ തമ്മിൽ, ടൗൺ, വില്ലേജ്. സ്റ്റേറ്റ് ലെവൽ ട്രേഡ് ഈസ് ക്യാരിഡ് ബിറ്റ്വീൻ 2 or more states. അപ്പം വീണ്ടും പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ലോക്കൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ സിറ്റിയും വില്ലേജുകൾ തമ്മിലുള്ള ട്രേഡാണ്. ഇനി സ്റ്റേറ്റ് ലെവൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ പല സ്റ്റേറ്റുകൾ തമ്മിൽ, പല സ്റ്റേറ്റുകൾ തമ്മിലുള്ള കണക്ഷനാണ് ഇതിനകത്ത് വരുന്നത് സ്റ്റേറ്റ് ലെവൽ ട്രേഡിൽ. അഡ്വാൻസ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എ കൺട്രീസ് ആൻഡ് ഇൻഡെക്സ് ടു ഇറ്റ്സ് എക്കണോമിക് പ്രോസ്പെരിറ്റി. അപ്പം ഒരു ഇന്റർനാഷണൽ ട്രേഡിൽ നല്ല വളർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ പ്രോസ്പെരിറ്റിയാണ് കാണിക്കുന്നത്, ആ രാജ്യം ഡെവലപ്മെന്റിലേക്ക് പോകുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ദെയർഫോർ കൺസിഡേർഡ് ദ എക്കണോമിക് ബാരോമീറ്റർ ഫോർ എ കൺട്രി. അത് രാജ്യത്തിന്റെ ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അത് മെഷർ ചെയ്യുകയാണ്. ഇവിടെ GDP ഉണ്ടാകുന്നുണ്ടോ, ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ അളക്കാനുള്ള ഒരു ബാരോമീറ്റർ ആയിട്ടാണ് ട്രേഡൊക്കെ യൂസ് ചെയ്യുന്നത്. ആസ് ദ റിസോഴ്സസ് ആർ സ്പേസ് ബൗണ്ട്, നോ കൺട്രി ക്യാൻ സർവൈവ് വിത്തൗട്ട് ഇന്റർനാഷണൽ ട്രേഡ്. നമുക്കറിയാം റിസോഴ്സസ് എന്ന് പറയുന്നത് ഓൾ ഓവർ ദ വേൾഡിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരു നേഷനും എല്ലാ റിസോഴ്സും അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ട്രേഡിലൂടെ മാത്രമേ ഈ റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ട്രേഡ്. 2 components of trade are export and import. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതി, നമ്മുടെ രാജ്യത്ത് നിന്ന് ഗുഡ്സ് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസും ഗുഡ്സും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ദ ബാലൻസ് ഓഫ് ട്രേഡ് ഓഫ് എ കൺട്രി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഒരു രാജ്യത്തെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എപ്പോഴും എക്സ്പോർട്ട് കൂടിയിരിക്കുന്നതാണ് നമുക്ക് നല്ലത്, അല്ലേ? എക്സ്പോർട്ട് കൂടിയിരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? നമുക്ക് കൂടുതലായിട്ട് ഇൻകം ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്, ഫോറിൻ ഇൻകം നമുക്ക് കിട്ടും. അതുപോലെ ഇമ്പോർട്ട് കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനത് കാരണമായി തീരും. The balance of trade of a country is the difference between export and import. When the value of export exceeds the value of import, it is called favorable balance of trade. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പോർട്ട് കൂടിയിരുന്നാൽ അത് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആണ്, നല്ലതാണ്. On the contrary, if the value of import exceeds the value of export, it is termed as the unfavorable balance of trade. ഇമ്പോർട്ട് കൂടിയിരിക്കുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്താൽ അത് അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. ഒരു രാജ്യത്തിന് അത് നല്ലതല്ല. അത് നമ്മുടെ ഇൻകം മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും നമുക്ക് ഫോറിൻ ഇൻകം കിട്ടാതിരിക്കുന്നതിനും അത് കാരണമായി തീരും. കമ്മോഡിറ്റീസ് ഇമ്പോർട്ടഡ് ടു ഇന്ത്യ ഇൻക്ലൂഡ് പെട്രോളിയം, ക്രൂഡ് ആൻഡ് പ്രോഡക്ട്സ്, germs and jewelry, chemicals and related products, base metals, electronic items,
മെഷീനറി, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് പ്രോഡക്റ്റ്. അപ്പം നമുക്ക് എക്സ്പോർട്ട് ഉള്ള പോലെ തന്നെ ഒരുപാട് ഗുഡ്സുകൾ നമ്മൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം റിസോഴ്സസ് എന്ന് പറയുന്ന പല നേഷനിലും പലതായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സർപ്ലസ് ആയിട്ട് വരുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതുമുണ്ട്. അപ്പം രണ്ട് തരത്തിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് വരണമെങ്കിൽ എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യണം. അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആണെങ്കിൽ ആ രാജ്യത്ത് ഇമ്പോർട്ട് കൂടിയിരിക്കും, അതുപോലെ എക്സ്പോർട്ട് കുറവുമായിരിക്കും. അപ്പം ബാലൻസ് ഓഫ് ട്രേഡ് എപ്പോഴും ഫേവറബിൾ വരാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത്. India has emerged as a software giant at the international level and it is earning large foreign exchange through the export of information technology. ഇപ്പം ഏറ്റവും കൂടുതൽ IT സെക്ടറിലുള്ള സോഫ്റ്റ്വെയറുകളും അതുപോലെ IT പ്രൊഫഷണൽസുമാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്പർ 1 ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. സോ ഇന്ത്യ ഹാസ് എമർജ്ഡ് ആസ് എ സോഫ്റ്റ്വെയർ ജയന്റ് എന്ന പേരിൽ തന്നെയാണ് വേൾഡ് മാർക്കറ്റിൽ ഇന്ത്യ അറിയപ്പെടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ലൈഫ് ലൈൻ ഓഫ് അവർ ഇന്ത്യൻ എക്കോണമി ഈസ് ടൂറിസം. Tourism as a trade. Tourism in India has grown substantially all over the last 3 decades. Decade means 10 years. ഒരു 3 decades എടുത്തു കഴിഞ്ഞാൽ ടൂറിസം വൻതോതിൽ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഫോറിൻ ടൂറിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ പ്ലേസ് വിസിറ്റ് ചെയ്യാനും, അത് മെഡിക്കൽ ടൂറിസത്തിനാണെങ്കിലും എല്ലാം, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നവരുണ്ട്, എഡ്യൂക്കേഷണൽ ടൂറിസ്റ്റുകളുണ്ട്, അതുപോലെ അല്ല സൈറ്റ് സീയിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. More than 15 million people are directly engaged in the tourism industry. And tourism also promote national integration, provide support to local handicrafts and cultural pursuits. അപ്പോൾ ടൂറിസത്തിലൂടെ എന്തൊക്കെയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ, പല രാജ്യങ്ങളുടെ കൾച്ചർ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന്, ട്രേഡുകൾ പ്രോസ്പെർ ചെയ്യുന്നതിനും, അതുപോലെ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും, ഇതിനെല്ലാം ഹാൻഡിക്രാഫ്റ്റുകൾ, നമ്മുടെ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിൻ്റെ കച്ചവടമൊക്കെ നല്ല ട്രേഡ് ഡെവലപ്പ് ചെയ്യുന്നതിനുമൊക്കെ ഈ ടൂറിസം സഹായിക്കാറുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അവർ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. ഇതുപോലെയുള്ള ഈ ഹാൻഡിക്രാഫ്റ്റുകളിലൊക്കെ നമ്മുടെ കൾച്ചറാണ് കൂടുതലായിട്ടും കാണുന്നത് അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള രീതികളാണ് നമ്മളിവിടെ പിന്തുടർന്നിരിക്കുന്നത്, നമ്മളുടെ സ്കൾപ്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ശില്പകലകൾ അല്ലേ, കലകളും കൊത്തുപണികളും, അതുപോലെ തുണിത്തരങ്ങളിലും ചെയ്യുന്ന വർക്കുകൾ, പോട്ടിൽ ചെയ്യുന്ന വർക്കുകൾ. അപ്പോൾ ഇതെല്ലാം ആണ്, പോട്ടറി എന്ന് പറയത്തില്ലേ, ഇതെല്ലാം വളരെയധികം അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് ഫോറിനേഴ്സിനെ. ആൻഡ് ഫോറിൻ ടൂറിസ്റ്റ് വിസിറ്റ് ഇന്ത്യ ഫോർ ഹെറിറ്റേജ് ടൂറിസം, എക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം ആൻഡ് ബിസിനസ് ടൂറിസം. ടൂറ് പോകുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തിന് മാത്രം, സൈറ്റ് സീയിങ്ങിന് മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ടൂറിസം ഉണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഹെറിറ്റേജ് ടൂറിസം, നമ്മുടെ പൈതൃകത്തെ പറ്റി അറിയുക, ഈ പഴയ സ്ഥലങ്ങളെ പറ്റി, പഴയ വസ്തുക്കളെ പറ്റി, ഇവിടെ പണ്ട് കാലം തൊട്ട് നമ്മുടെ ഈ കഥകളി പോലെയുള്ള കലാരൂപങ്ങളെ പറ്റി അറിയുക, മനസ്സിലായോ. അപ്പം അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ ഹെറിറ്റേജിനെ പറ്റി, പൈതൃകമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയാനായിട്ട് ടൂറിസം ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്കോ ടൂറിസം. എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താ, പരിസ്ഥിതിയെ പറ്റി അറിയാനായിട്ട് ഉള്ള ടൂറിസം. ദെൻ അഡ്വഞ്ചർ ടൂറിസം, പല സ്ഥലങ്ങളിലും അഡ്വഞ്ചറിസം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇച്ചിരി അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ അഡ്വഞ്ചർ ടൂറിസത്തിനൊക്കെ വരാറുണ്ട്. ദെൻ കൾച്ചറൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് എന്താണ്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു ടൂറിസമാണ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. കാരണം ഈ ആയുർവേദ മെഡിസിനൊക്കെ പലരും ഫോറിനേഴ്സിനെ പലരെയും അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്. ദെൻ ബിസിനസ് ടൂറിസം, ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകാറുണ്ട് അല്ലേ. അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്, അതുപോലെ നമ്മൾ അങ്ങോട്ടും പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ടൂറിസം മേഖലയെ വളരെയധികം, അതൊരു ട്രേഡ് തന്നെയാണ്. ട്രേഡിനെയും ആ പ്രദേശം, ഇപ്പോൾ ഒരു സ്ഥലത്തൊരു സൈറ്റ് സീയിങ്ങിന് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ അവിടുത്തെ കച്ചവടക്കാരും അവിടുത്തെ ഇതുപോലെയുള്ള പഴയ ഹാൻഡിക്രാഫ്റ്റ് വ്യവസായികളും എല്ലാം ഡെവലപ്പ് ആകുന്നൊരു, അവിടുത്തെ ഹോട്ടൽ ബിസിനസ്,
കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണം അത് ഓൾ ഓവർ ഡെവലപ്മെൻറ്റിനെയാണ് ആ ടൂറിസം കൊണ്ട് സാധിക്കുന്നത്. ദർ ഇസ് എ വാസ്റ്റ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം ഇൻ ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി. എഫേർട്സ് ആർ ബീങ് മെയ്ഡ് ടു പ്രൊമോട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂറിസം ഫോർ ദിസ് അപ്കമിങ് ഇൻഡസ്ട്രി. അതൊരു പുതിയൊരു വ്യവസായമാക്കി ഇൻഡസ്ട്രിയാക്കി മാറ്റാൻ തന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ടൂറിസത്തിന് സാധ്യതയുണ്ടോ അതെല്ലാം കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിലൂടെ എല്ലാം ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്തിട്ട് ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആക്കി തീർക്കാനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ തരത്തിലുള്ള പോളിസികളും പ്രോഗ്രാംസും ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുമുണ്ട്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ geography chapter. Okay children, all the best for your exam. So you read every textbook, especially history, geography, economics and civics. All the textbook you read it 2 or 3 times. Okay, and maximum 1 word question you write it, and you learn each and every boxes also important, and pictures. Underline the under the picture each sentence are given. That sentence is also important. So all the best for your exam. Thank you children. Have a nice day.